എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പോർഷിൻ്റെ 911 ആണ്. കാറോലൈനറിൻ്റെ ആപ്പിൽ കയറിയിട്ട് ഞാൻ പോർഷിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എടുത്തു. ആപ്പിൽ കയറി ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട് റൈറ്റ് ആണ് ആക്സിഡൻ്റ് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട് റൈറ്റ് ആക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീന്ന് തന്നെ സ്ക്വയർ ചെയ്ത് വരാൻ നോക്കിയാണ്. സ്ക്വയർ ചെയ്യണമെങ്കിൽ മിക്ക വണ്ടികളിലും 5 അല്ലെങ്കിൽ 4 മെഷർമെൻ്റ് ആണ് വരാറ് മിനിമം. അപ്പോൾ ഇതിൽ 5 ആണ് ഉള്ളത്. അപ്പോൾ പിന്നീന്ന് ബോഡി ബോൾട്ട് അങ്ങനെ കിട്ടുന്ന ഭാഗത്തു നിന്നെല്ലാം എടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ പിന്നീന്ന് തുടങ്ങി ലെഫ്റ്റ് ബോഡി ബോൾട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് റൈറ്റിലേക്കാണ് പോണത്. ഞാൻ ഇതുപോലെ കുറേ നാളായി വീഡിയോ ഇടുന്നുണ്ടെന്ന് വെച്ചിട്ട് ഷോർട്സ് കൂടുതൽ ഇടുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് ഫോക്കസ് കിട്ടാറില്ല. അപ്പോൾ വീഡിയോ ഇനിയിപ്പോൾ കുറച്ച് നാളായിട്ട് ഇനിയിപ്പോൾ ഇട്ട് തുടങ്ങുന്ന മാസത്തിലൊന്നെങ്കിലും ഇടുമെന്നാണ് വിചാരിക്കുന്നത്. കുറേ എടുത്ത് വയ്ക്കുന്നതല്ലാണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എടുക്കാറില്ല. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡ് എടുത്തു. റൈറ്റ് സൈഡ് ഇപ്പോൾ 2 പോയിൻ്റായി യെല്ലോ കളറിൽ കാണുന്നില്ല മുകളിൽ. അപ്പോൾ അതുപോലെ തന്നെ 2 എണ്ണ എടുത്തു. 4 എണ്ണാക്കി എടുത്തിട്ടുണ്ട്. ഇനി 5 കൂടി ആകുമ്പോൾ സെൻറ്ററായി. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഏത് ബോട്ടിലേക്ക് എടുത്താലും അതിലേക്കുള്ള കറക്റ്റ് മെഷർമെൻറ്റ് ±3 എത്തുക 3 പോയിന്റിൽ. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഹൈറ്റ്, വിഡ്ത്ത്, ലെങ്ത്ത് ഈ 3D മെഷർമെൻറ്റിലേക്ക് വരിക. ഇപ്പം 5ാമത്തെ പോയിൻ്റ് എടുക്കുന്നതോട് കൂടിയിട്ട് സെൻറ്ററായി വണ്ടി. അപ്പം നമ്മൾ അതിൽ നിന്നാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഇനിയിപ്പോൾ ±3 കറക്റ്റ് ലെവലിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ മുമ്പിലേക്ക് ഓരോ പോയിൻറ്റും എടുത്തു വരാണ്. കാരണം ഫ്രണ്ട് റൈറ്റ് ആക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് ഈ ഇമ്പാക്റ്റ് എവിടെ വരെ പോയിണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് ബോഡി ബോട്ടിൻ്റെ ആ ഭാഗത്തു നിന്നായിട്ട് എടുത്തു. കുഴപ്പമൊന്നുമില്ല, വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ലെഫ്റ്റ് സൈഡും അധികം വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഹൈറ്റ് ഡിഫറൻസിൻ്റെ അല്ലാണ്ട് വേറൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഇത് ഫ്രണ്ട് എൻജിനല്ല വരുന്നത്, ഫ്രണ്ടിലല്ല എൻജിൻ വരുന്നത്. ഫ്രണ്ടിൽ ബൂട്ട് സ്പേസ് പോലെയാണ് വരുന്നത്. പിന്നിലാണ് ഈ പോർഷൻ 911 എൻജിൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ അഴിക്കേണ്ട ആവശ്യം വരില്ല. ജസ്റ്റ് മെഷർമെൻറ്റും പിന്നെ പാർട്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇതിനുള്ളത്. റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും നമുക്ക് ഇമ്പാക്റ്റിൻ്റെ ലെവൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോ അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് മെഷർമെൻറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. റൈറ്റിലേക്ക് പോകുന്തോറും ഇമ്പാക്റ്റ് ഹൈറ്റിലും വിഡ്ത്തിലും ലെങ്ത്തിലും മൊത്തത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് കാണാം നമുക്ക്. ആ ഇമ്പാക്റ്റിൻ്റെ ഒരു അളവ് ലെഫ്റ്റ് ചാസി റെയിൽ വരെ എത്തിയിട്ടുണ്ട്. ചാസി റെയിലിൻ്റെ മെഷർമെൻറ്റിലേക്കായിട്ടാണ് ഞാനിപ്പോൾ നീങ്ങാൻ പോണത്. അപ്പോൾ അതിനുള്ള അറ്റാച്ച്മെൻറ്റ് ഇത്തിരി കൂടി ലോങ് ആയിട്ടുള്ള റാഡ് വേണം. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഞാൻ പിടിപ്പിക്കാൻ പോകും. ഇതിൻ്റെ ഓരോ മെഷർമെൻറ്റിൻ്റെ അളവിൻ്റെയും കാര്യങ്ങളൊക്കെ ഈ ആപ്പിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ഒരേ ബ്രാൻഡഡ് വണ്ടികൾ ചെയ്യുന്നവർക്ക് ഈസി ആയിരിക്കും. ഇപ്പം ഞങ്ങളുടെ കമ്പനിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാൻഡ്സാണ്. അതായത് ലാൻഡ് റോവർ, റേഞ്ച് റോവർ, ജാഗ്വാർ, JLR എന്ന് പറയും. പിന്നെ മെഴ്സിഡീസ് ബെൻസ്, ഔഡി, VW, അങ്ങനെ സിയറ്റ്, സ്കോഡ അങ്ങനത്തെ കമ്പനികളും വരുന്ന ഓതറൈസ്ഡ് ഡീലേഴ്സാണ് ഞങ്ങൾ. അപ്പോൾ ചേസ് റെയിലിൽ ബെൻഡുണ്ട്, ലെഫ്റ്റ് ചേസ് റെയിലും ബെൻഡുണ്ട്. ഇനി റൈറ്റിലത്തെയും ബെൻഡുണ്ട്. നമ്മൾ മെഷർമെൻറ്റ് നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റും. ഈ വണ്ടി ഇപ്പോൾ അലുമിനിയം ആയതുകൊണ്ട് മറ്റുള്ള വണ്ടികളെ പോലെ പീസ് എടുത്ത് വെൽഡ് ചെയ്യാനോ പിടിക്കാനൊന്നും പറ്റില്ല. പ്രോപ്പർ റിവെറ്റ്സ്മെൻ്റ് ആയിരിക്കും വെയിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ റൈറ്റ് സൈഡ് ഇമ്പാക്റ്റ് ഉള്ളത് നമുക്ക് കൂടുതലായിട്ട് കാണാം. ലെഫ്റ്റ് സൈഡിൽ കുറവായിരിക്കും. ലെങ്ത്തിൽ
പ്രശ്നമില്ല, പക്ഷേ വിഡ്ത്തിലും ഹൈറ്റിലും ഡിഫറൻസ് ലെഫ്റ്റ് സിറയിൽ കാണാം. ഇത് 3D മെഷർമെൻറ്റിൽ നമുക്ക് ഇമ്പാക്റ്റ് കറക്റ്റായിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പുൾ ചെയ്തതും ഹൈറ്റ് മുകളിലേക്ക് പുഷ് ചെയ്തിട്ടായിട്ട് കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.